ഹായ് ഗൈസ്, നമ്മളിപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ചിദംബരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചിദംബരം അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 കിലോമീറ്ററാണ് നമുക്ക് ചിദംബരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മളിപ്പോൾ 6:30 ആയിട്ടുണ്ട് ടൈം. നമ്മൾ പതുക്കെ നടക്കാണ്. ബാക്കി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. ഈ മുൻപിൽ കാണുന്ന മഹാഗോപുരമാണ് ചിദംബരം അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരനട. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 108 ആംഗ്യങ്ങളും കൊത്തിവെച്ചിട്ടുള്ള മഹാഗോപുരമാണ് കിഴക്കേ ഗോപുരം. മുൻപിൽ കാണുന്ന ഈ ചെറിയ കവാടത്തിൽ പാദരക്ഷകൾ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ ആ മഹാനിർമ്മിതിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരനടയും ഈ കാണുന്ന കിഴക്കേ ഗോപുരനടയാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയും കിഴക്കോട്ടാണ് ദർശനം. ഈ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നതാണ് നാട്യശാസ്ത്രത്തിലെ 108 ആംഗ്യങ്ങൾ. ഗോപുരം കടന്നാൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഈ കാണുന്നതാണ്. ഒരുപാട് ഏക്കറുകളിൽ വിസ്തരിച്ച് കിടക്കുന്ന വലിയൊരു ക്ഷേത്രമാണ് ചിദംബരം. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഞങ്ങളിവിടെ വന്നത്. നമ്മളിപ്പോൾ കടന്നു വന്നതുപോലെയുള്ള 4 മഹത്തായ ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള വലിയ തീർത്ഥക്കുളമാണ്. ഇതിനോട് ചുറ്റും വലിയ വലിയ നിർമ്മിതികൾ ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലുണ്ട്. ഇവിടേക്ക് എല്ലാവർക്കും ഇറങ്ങാനുള്ള അനുമതിയില്ല എന്നാണ് അറിഞ്ഞത്. ചിദംബരം ക്ഷേത്രത്തിന് തില്ലൈ നടരാജ ക്ഷേത്രം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. നടരാജഭാവത്തിലുള്ള ഭഗവാൻ ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നൃത്തവും ഈ ക്ഷേത്രവുമായി അഭേദ്യമായൊരു ബന്ധം തന്നെയുണ്ട് കേട്ടോ. ഇവിടെ ഭഗവാൻ ശിവൻ്റെ പ്രതിഷ്ഠ മാത്രമല്ല, ഭഗവതിമാരുടെയും മഹാവിഷ്ണുവിൻ്റെ അനന്തശയനത്തിലുള്ള പ്രതിഷ്ഠയും മുരുകൻ, ഗണപതി തുടങ്ങിയ മറ്റ് അനവധി പ്രതിഷ്ഠകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരുടെ നിർമ്മിതിയാണ് ഈ ചിദംബരം ക്ഷേത്രം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ ശ്രീകോവിലും മറ്റ് നിർമ്മിതികളും കാണപ്പെടുന്നു. ഈ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനടയിലാണ് കേട്ടോ. ചുറ്റമ്പലത്തിനുള്ളിലേക്ക് വടക്കേ ഭാഗത്തുകൂടെയാണ് പ്രവേശനം. നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അനന്തശയനത്തിലുള്ള പ്രതിഷ്ഠ വടക്കോട്ട് ദർശനമായും ഭഗവാൻ ശിവൻ്റെ നടരാജരൂപത്തിലുള്ള പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ടാണ്. ചിദംബരം ക്ഷേത്രം പേര് കേട്ട ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും മറ്റു മഹാക്ഷേത്രങ്ങളിലെ പോലെയുള്ള തിരക്കോ മറ്റോ ഞങ്ങളിവിടെ കണ്ടില്ല. ശിവരാത്രിയോടനുബന്ധിച്ച് വലിയൊരു നൃത്തോത്സവം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരനട കേട്ടോ. 4 ഗോപുരങ്ങളും വളരെ ബൃഹത്തായ നിർമ്മിതികൾ തന്നെയാണ്. ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ഒരുപാട് ഫോട്ടോസ് ഇവിടെ വന്നെടുത്തിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ജാതി മതഭേദമന്യേ എല്ലാവർക്കും അനുവാദമുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിലേക്ക് മാത്രം ക്യാമറയും ഫോണും മറ്റു കാര്യങ്ങളും അലൗഡ് അല്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിലെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. പകരം ഇതിന് പുറത്തുള്ള കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഒരുപാട് കൽമണ്ഡപങ്ങളും ഒരുപാട് ഉപക്ഷേത്രങ്ങളും ഈ മതിലും ചിദംബരത്തെ പറ്റിയുള്ള അഭിപ്രായം. എടോ മണിയടിച്ച് ഇപ്പം ചോറ് കൊടുക്കുന്നു. പറയൂ, as a Muslim with hijab, how is your experience in a temple? No more regrets, guys. It's totally nice and പിന്നെന്താ മിഥുന് ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു, ബിഹൈൻഡ് ദ സ്റ്റോറീസ്. ടോട്ടലി
യെസ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ചിദംബരം. ആത്മീയമായും ആർക്കിടെക്ചറലായും വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം നിങ്ങൾക്ക് കാത്തുവയ്ക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോണേ പോണ്ടിച്ചേരിയിലേക്ക് പോവുകയാണ്. KP യുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ. ലെറ്റ്സ് ഗോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ ഇതുപോലുള്ള മറ്റ് വീഡിയോസ് കൂടെ ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ ബൈ.